64 യോഗിനിമാരുടെ ക്ഷേത്രം അഥവാ ചൗസത്തി യോഗിനി ക്ഷേത്രം. നമുക്ക് അടുത്തതായി പോകുന്ന ക്ഷേത്രമാണ് 64 യോഗിനിമാരുടെ ക്ഷേത്രം. ഒഡീഷയിൽ പ്രധാനമായും 64 യോഗിനി ക്ഷേത്രങ്ങളാണുള്ളത്. ഇതിൽ ഭുവനേശ്വറിനടുത്തുള്ള ഹീരാപൂർ ക്ഷേത്രമാണ് ഏറ്റവും പ്രശസ്തം. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി ഹീരാപൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാർഗവി നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു ഗ്രാമമാണിത്. 9-ാം നൂറ്റാണ്ടിൽ ഭൗമകര രാജവംശത്തിലെ ഹീരാദേവി രാജ്ഞിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. മേൽക്കൂരയില്ലാത്ത വട്ടത്തിലുള്ള അപൂർവമായ വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിൻ്റേത്. ഭാരതത്തിൽ അവശേഷിക്കുന്ന ഇത്തരം 4 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് സുംബൻ, നിസുംബൻ എന്നീ അസുരന്മാരുടെ സൈന്യാധിപനായിരുന്നു രക്തബീജൻ. രക്തബീജനെ വധിക്കാനായി ദുർഗാദേവി നടത്തിയ പോരാട്ടത്തിലാണ് ഈ യോഗിനികൾ പ്രത്യക്ഷപ്പെടുന്നത്. രക്തബീജന്റെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും മറ്റൊരു രക്തബീജൻ ജനിക്കുമായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ദുർഗാദേവി തൻ്റെ ശക്തിയിൽ നിന്നും 64 യോഗിനികളെ സൃഷ്ടിച്ചു. ഇവർ യുദ്ധക്കളത്തിൽ രക്തബീജന്റെ രക്തം മണ്ണിൽ വീഴുന്നതിന് മുമ്പ് പാനം ചെയ്യുകയും അസുരനെ നശിപ്പിക്കാൻ ദേവിയെ സഹായിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. യുദ്ധത്തിന് ശേഷം ഈ യോഗിനികളും അവിടെ തന്നെ നിലകൊള്ളാൻ ആഗ്രഹിക്കുകയും അവർക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. താന്ത്രിക വിദ്യകളുടെയും സ്ത്രീ ശക്തിയുടെയും പ്രതീകമായാണ് ഈ ക്ഷേത്രം കണക്കാക്കുന്നത്. ഈ ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല, മധ്യകാലഘട്ടത്തിലെ ഒരു വലിയ താന്ത്രിക കേന്ദ്രം കൂടിയായിരുന്നു. യോഗിനികൾ കേവലം ദേവിമാരല്ല, മറിച്ച് പ്രകൃതിയിലെ വിവിധ ശക്തികളെയും വിദ്യകളെയും പ്രതിനിധീകരിക്കുന്നവരാണ്. ഭാരതത്തിലെ നവനാഥന്മാരും സിദ്ധന്മാരും തങ്ങളുടെ സിദ്ധികൾ കൈവരിക്കാനായി ഇവിടെ, അതായത് ഈ 64 യോഗിനി ക്ഷേത്രങ്ങളിൽ രഹസ്യമായി വന്ന് ആരാധന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രത്തിന് മേൽക്കൂര ഇല്ല എന്ന ഒരു ഐതിഹ്യമുണ്ട്. അതായത് യോഗിനികൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിവുള്ളവരാണെന്നും ഈ വിദ്യയ്ക്ക് കേജരി വിദ്യ എന്നും ആണ് പറയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ അവർ ക്ഷേത്രത്തിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയരുന്നുവെന്നും പ്രപഞ്ചശക്തികളുമായി സംവദിക്കുമെന്നും ഭക്തർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആകാശത്തേക്ക് തുറന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തായി ചണ്ഡീ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ യോഗിനികൾക്ക് മധ്യത്തിലായി ഭൈരവന്റെ രൂപം കാണാം, അതായത് ശിവഭഗവാൻ. പ്രപഞ്ചത്തിലെ സ്ത്രീശക്തിയും പുരുഷശക്തിയും ഒന്നിക്കുന്നതിൻ്റെ പ്രതീകമായാണ് യോഗിനികൾക്കിടയിൽ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഈ യോഗിനികൾ ഗ്രാമത്തിൻ്റെ കാവൽക്കാരാണ്. ക്ഷേത്രത്തിലെ 64 വിഗ്രഹങ്ങളും വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലുമാണുള്ളത്. ഇവ ഓരോന്നും ഓരോ മനോഭാവത്തെയും പ്രകൃതി ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ സ്ത്രീ വേഷധാരിയായ ഗണപതിയെ നമുക്ക് കാണാം, വരാഹിയെ കാണാം, നരസിംഹയെ കാണാം. സാധാരണയായി രാവിലെ 6 മുതൽ വൈകുന്നേരം 7 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. ഒക്ടോബർ മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകൾ ഈ ക്ഷേത്രത്തിൽ കാണാറുണ്ട്. പുരാതനമായ ഒരു ആരാധനാലയം ആയതുകൊണ്ട് മാന്യമായ വസ്ത്രധാരണം ധരിക്കുന്നത് ഉചിതമായിരിക്കും. ഷോർട്സ് പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. നമുക്ക് ഭുവനേശ്വറിൽ നിന്നും ഏകദേശം 15-20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് 64 യോഗിനിമാരുടെ ഈ ചെറിയ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പോകാം, നമുക്ക് സാധനാപഥത്തിനൊപ്പം 64 യോഗിനിമാരുടെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. നന്ദി.